മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ കെ.വി. നദീറിന്റെ പുതിയ പുസ്തകം ഞാൻ എന്നോട് പറഞ്ഞത് പ്രകാശനം ചെയ്തു. ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ പി.എം.എ. ഗഫൂർ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. അധ്യാപിക ഡോക്ടർ നീതു സുബ്രഹ്മണ്യൻ പുസ്തകം സ്വീകരിച്ചു. കണ്ണിൽ ഒരു ജലസംഭരണി വെച്ചത് നന്നായി, നെഞ്ചിൽ തീയുള്ള നിനക്ക് അത് ഉപകരിച്ചേക്കാം. ഞാൻ ഈ അടുത്ത് വായിച്ച ഏറ്റവും മനോഹരമായ ഒരു കവിതയാണ്. ആകെ 4 വരിയുള്ളൂ. കണ്ണിൽ ഒരു ജലസംഭരണി വെച്ചത് നന്നായി. എവിടെയെങ്കിലും തീ പിടിച്ചാൽ, എവിടെയെങ്കിലും ഒരു തീപിടുത്തം കണ്ടാൽ നമ്മൾ ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കും. അവരോടി വന്നിട്ട് ചെയ്യുന്നത് അവിടെ വന്നിട്ട് വെള്ളം ചീറ്റുക എന്നുള്ളതാണ്, അല്ലേ? മനുഷ്യ ശരീരത്തിൽ തീ പിടിക്കുന്നൊരു സ്ഥലമുണ്ട്, അത് ഏകദേശം ഇവിടെയാണ്. അപ്പം ഇവിടെ എപ്പോഴാണോ തീ പിടിക്കുന്നത്, അപ്പോൾ മുകളിലെ ഫയർ സ്റ്റേഷൻ ഇങ്ങനെ നിറയും. എന്നിട്ട് അവിടെ നിന്ന് ഒഴുകി വരുന്ന തുള്ളികൾ ആദ്യം വന്ന് കൃത്യമായി വീഴുന്നത് ആ തീ പിടിക്കുന്ന സ്ഥലത്തേക്ക്. ഇനി ആ കവിത ഒന്നുകൂടെ വായിച്ചു നോക്കൂ. കണ്ണിൽ ഒരു ജലസംഭരണി വെച്ചത് നന്നായി, നെഞ്ചിൽ തീയുള്ള നിനക്ക് അത് ഉപകരിച്ചേക്കാം. ആകെ കുറച്ച് അക്ഷരങ്ങളേ ഉള്ളൂ ഭാഷയിൽ. ഏത് ഭാഷ എടുത്താലും വളരെ കുറച്ച് അക്ഷരങ്ങളേ ഉള്ളൂ. പക്ഷെ ചില മനുഷ്യർ ആ അക്ഷരങ്ങൾ കൊണ്ട് ഇങ്ങനെ നെയ്ത് അതിശയങ്ങൾ തീർക്കും. ചിലർ പേന കൊണ്ട് എഴുതുന്നു, ചിലർ പേന കൊണ്ട് മനുഷ്യരെ തൊടുന്നു. നദീർ അത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ മനുഷ്യനെ തൊടാനുള്ളൊരു ശ്രമം കഴിഞ്ഞ 8 പുസ്തകങ്ങൾ കൊണ്ടും അതാണ് ചെയ്തത്. തുറന്നു വെച്ച കണ്ണുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിനെ കാണുകയും പ്രതികരിക്കുകയും ചെയ്തു. ചിലപ്പോൾ സ്വയം പറഞ്ഞു. അതാണ് ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ, അതാണ്. ചിലപ്പോൾ ഒന്നും നടക്കില്ല. കെ.വി. നദീറിന്റെ 9ാമത്തെ പുസ്തകമാണിത്. കാഴ്ചകളുടെ ചുറ്റുവട്ടം, സംഭവിച്ചത് അത്രയുമല്ല, ഇനിയും പറയാനുണ്ട്, മനുഷ്യനു വേണ്ടി ഒരു വക്കാലത്ത്, പൂത്തുലഞ്ഞതങ്ങനെ വാടാതെ നിൽക്കട്ടെ, വീട് പോലൊരാൾ, ഉപ്പുമരത്തണൽ, നമ്മൾ നമ്മളായിട്ടുണ്ടോ എന്നിവയാണ് മറ്റു പുസ്തകങ്ങൾ. മനുഷ്യരെ ജീവിതത്തിൽ നിലനിർത്താൻ സഹായകമാകുന്ന ചിന്തകളുടെ കൂട്ടമാണ് പുതിയ പുസ്തകം. കാറ്റും കോളും പേമാരിയും നിറഞ്ഞ മനുഷ്യജീവിതത്തെ ആടിയുലയാതെ നിലനിർത്താൻ സഹായകമാകുന്ന പുസ്തകമാണിത്. എൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചകളെ, ഞാൻ അനുഭവിക്കുന്ന അനുഭവങ്ങളെ, ഞാൻ മനസ്സിലാക്കുന്ന തിരിച്ചറിവുകളെ കുറഞ്ഞ അക്ഷരങ്ങളിൽ, കുറഞ്ഞ വാക്കുകളിൽ മറ്റുള്ളവരിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ വാക്കിനെക്കുറിച്ച്, അക്ഷരങ്ങളെക്കുറിച്ച്, ഭാഷയെക്കുറിച്ച്, അതിൻ്റെ നവീകരണത്തെയും അതിൻ്റെ മാറ്റത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞു. വലിയ ലേഖനങ്ങൾ എഴുതിയിട്ടായിരുന്നു തുടക്കം. ആദ്യത്തെ 3-4 പുസ്തകങ്ങൾ ലേഖനങ്ങളുടെ സമാഹാരങ്ങളായിരുന്നു. പുതിയ കാലം അത്തരം വലിയ ലേഖനങ്ങളിൽ നിന്ന് മാറി കുറഞ്ഞ വാക്കുകളിൽ അവർക്ക് വേണ്ടത് എവിടെ എന്ന് പരതുന്നിടത്തേക്ക് പുതിയ കാലത്തെ മനുഷ്യർ മാറിയപ്പോൾ അങ്ങനെയായി മാറാം എന്ന് ഞാൻ സ്വയം എന്നോട് ചോദിക്കുകയും അതിനുത്തരമായി ഞാൻ കണ്ടെത്തിയ ചിലത് നിങ്ങൾക്ക് മുമ്പിൽ കുറിച്ചിടുകയും ചെയ്തപ്പോൾ എൻ്റെ അനുഭവങ്ങൾ, ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പലതും നിങ്ങളോട് പറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഈ എഴുത്തുകൾക്കൊക്കെയും ജീവനുള്ളതായി മാറിയിട്ടുണ്ടാവുക. ഡോക്ടർ ഹരിയാനന്ദകുമാർ പുസ്തക പരിചയം നടത്തി. പ്രൊഫസർ കെ ഇമ്പിച്ചിക്കോയ അധ്യക്ഷത വഹിച്ചു. കെ.വി. നദീർ, താജ് ബക്കർ, ഹബീബ് സർഗം എന്നിവർ സംസാരിച്ചു. മാൻകൈൻഡ് ലിറ്ററേച്ചറാണ് പ്രസാധകർ.